പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ജീവന് ഭീഷണി നേരിടുമ്പോൾ, ഒരു സങ്കടമുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏലിയാ പ്രവാചകൻ നമുക്ക് നല്ല ഒരു മാതൃകയാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഭീഷണിയുണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം അഭയം തേടിയത് ദൈവത്തിൻ്റെ മലയായ ഹോറബിലാണ്. അവിടെ അദ്ദേഹത്തിന് ദൈവദർശനമുണ്ടാകുകയാണ്. ഭൂകമ്പമുണ്ടായി, കാറ്റൂതി, അഗ്നിയുണ്ടായി. പക്ഷേ അതിലൊന്നും ദൈവമില്ലായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു. ഒരു മൃദുമായ സ്വരത്തിൽ ദൈവം ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ എന്തു ചെയ്യുകയാണ്? അവൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനോടുള്ള തീഷ്ണതയെ പ്രതി ജ്വലിക്കുകയായിരുന്നു. അവൻ്റെ അധരങ്ങളിൽ പ്രാർത്ഥനയായിരുന്നു, അല്ലാതെ പരാതി പറയുകയായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ കർത്താവിൽ അഭയം തേടുവാനും നമ്മുടെ അധരങ്ങളിലും പ്രാർത്ഥനയുണ്ടാകണം. അതുപോലെ ദൈവത്തിൻ്റെ സ്വരമാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. ഏലിയായെ ദൈവം ധൈര്യപ്പെടുത്തി ആ ഗുഹയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും പുതിയ ഒരു ദൗത്യം നൽകി അവനെ അയക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിച്ചാൽ, കർത്താവ് പറയുന്നത് പോലെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനും പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാനും നമുക്ക് സാധിക്കും. ഈ ഏലിയാ പ്രവാചകന്റെ മാതൃക നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, മറ്റൊന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം അഭയം കണ്ടെത്തുവാനും ദൈവസ്വരം തിരിച്ചറിയുവാനും ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി തീരുവാനായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.